أعوذ بالله من الشيطان الرجيم. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിലെ 21 മുതലുള്ള ആയത്തുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസത്തിൽ അതിന് നമ്മൾ ഏറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതിലേക്കുള്ള സൂചനകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തരികയും ചെയ്തിട്ടുണ്ട്. ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഏതാനും ദിവസങ്ങൾ പിന്നിട്ടാൽ പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹുവിന് വഴിപ്പെട്ടും ഭയപ്പെട്ടും പരിശുദ്ധ റമദാനിനെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിലേക്ക് ചേർത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ മുമ്പ് ഈ ഒരു മാസത്തിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു ഈ വചനത്തിലൂടെ പറയുന്നത്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, അതുപോലെ തന്നെ വജന്നത്തിൻ അർളുഹാ, സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടന്ന് വരുവീൻ. ഇതാണ് അല്ലാഹു ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ഒന്ന്, മഗ്ഫിറത്തിലേക്ക് ധൃതി കാണിക്കുക, അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കുക, അഥവാ മുൻകടന്ന് വരിക, എനിക്ക് മുന്നിലെത്തണം എന്ന ചിന്തയോടുകൂടി വരിക. അതിനാണ് സാബഖ എന്ന് പറയുന്നത്, സാബിഖു എന്നൊക്കെ പറയുന്നത്. മത്സരങ്ങൾക്ക് മുസാബഖ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു മാത്സര്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുവീൻ എന്നതാണ്, മത്സരിച്ചുകൊണ്ട് മുന്നേറുവീൻ എന്നുള്ളതാണ് അള്ളാഹു വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ മറ്റു പലതിൻ്റെയും പിറകിലാണ് നമ്മൾ ഓരോരുത്തരും. അതെല്ലാം അള്ളാഹു നമുക്ക് നിശ്ചയിച്ച രൂപത്തിലേ അള്ളാഹു നമുക്ക് സുബ്ഹാനഹു വ തആല നമുക്ക് തരികയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര നമ്മൾ ദുനിയാവിൻ്റെ പിറകാലെ പോയാലും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ആ ഒരു കാര്യത്തിനപ്പുറത്തേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവർ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയാണ് ആ പ്രാർത്ഥന.
തൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നത്. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ അംതിഇനി ബിസൗജി റസൂലില്ലാഹ്, അല്ലാഹുവേ നിന്റെ ദൂതനായ റസൂലിനെ എൻ്റെ ഇണയായി എനിക്കൊരുപാട് ആസ്വദിക്കുവാനുള്ള ഒരു അവസരം നീ നൽകണമേ. എന്ന് പറഞ്ഞാൽ റസൂലിനോടൊപ്പം ഭാര്യയായി ഇനിയും ദീർഘനാൾ ജീവിക്കുവാൻ, അങ്ങനെ ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു ദാമ്പത്യം എനിക്ക് റസൂലിനോടൊപ്പം നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. വബി അബി സുഫിയാൻ, എൻ്റെ പിതാവ് അബൂ സുഫിയാനോടൊത്തും, അബൂ സുഫിയാൻ അദ്ദേഹത്തിന് ദീർഘായുസ് നൽകണം, എനിക്കും ദീർഘായുസ് നൽകണം. അങ്ങനെ എൻ്റെ പിതാവിനോടൊപ്പം ഇനിയും ഒരുപാട് കാലം ജീവിക്കുവാനുള്ള അവസരം നൽകണമേ. വബി അഖീ മുആവിയ, അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇനിയും ആസ്വദിച്ചുകൊണ്ട് കുറേ കാലം ജീവിക്കാനുള്ള അവസരം നൽകണമേ എന്നാ പറഞ്ഞത്. അപ്പോൾ ഭർത്താവിനോടൊത്ത്, പിതാവിനോടൊത്ത്, ഭാര്യയോ, അതുപോലെ തന്നെ സഹോദരനോടൊത്ത്. ഭർത്താവിനോടൊത്ത് എന്ന് പറയുമ്പോൾ ആ ദാമ്പത്യ ജീവിതം ഇനിയും എനിക്ക് ഒരുപാട് നാൾ കിട്ടാൻ, പിതാവിനോടൊപ്പം സ്വാഭാവികമായും ഒരു പിതാവിനോടുള്ള ഒരു സ്നേഹം. അതേ സമയത്ത് സഹോദരൻ, ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും, സാമ്പത്തികമായി ഉള്ള നേട്ടവും ഭദ്രതയും ഒക്കെ പിതാവിലൂടെയും അതുപോലെ തന്നെ സഹോദരനിലൂടെയും എനിക്ക് ലഭിക്കണം എന്ന രൂപത്തിലൂടെ അവർ എന്ത് ചെയ്യാണ്? അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ, നീ അള്ളാഹുവിനോട് ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ അത് അടിക്കപ്പെട്ട അവധിയാണ്. അതായത് തീരുമാനിച്ചിട്ടുണ്ട് നിനക്ക് എത്രയാണ് ഈ ദുനിയാവിൽ ജീവിക്കുവാനുള്ള അവധി എന്നുള്ളത്. അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണോ നീ ചോദിക്കുന്നത് എന്നർത്ഥം. മാത്രമല്ല അയ്യാമിൻ മഅദൂദ, ദിവസങ്ങളും, എത്ര ദിവസം ഈ ദുനിയാവിൽ കഴിച്ചു കൂട്ടണം എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചതാണ്. ആ കാര്യത്തെ പറ്റിയിട്ടാണ് നീ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അർസാഖിൻ മഖ്സൂമ, മർസൂഖ് അസ്റാഖിൻ മഖ്സൂമ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു വിഭജിച്ച് നൽകിയിട്ടുണ്ട് എത്ര റിസ്ക്കാണ്, നീ എത്ര കഴിക്കണം എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ തീരുമാനത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് നീ ചോദിക്കുന്നത്. ആശയം അതാണ്. പറയാൻ ഒന്നും അള്ളാഹുവിന്റെ അവധി വന്നെത്തുന്നതിന്റെ മുമ്പ് വരൂല. മാത്രമല്ല ആ അവധി എത്തിക്കഴിഞ്ഞാലോ ഒരു നിമിഷം പോലും അങ്ങോട്ടേക്ക് മാറ്റിവെക്കുകയുമില്ല. മാത്രമല്ല വല ഉക്കുൻതി, ഇതിനേക്കാളും നിനക്ക് നല്ലത് എന്തായിരുന്നു? വല ഉക്കുൻതി സഅൽതില്ല, നീ ഇങ്ങനെ ചോദിക്കുകയായിരുന്നുവെങ്കിൽ അതായിരുന്നു നിനക്ക് നല്ലത്. എന്ത്? അൻ യുഈദക മിൻ അദാബിൻ ഫിന്നാർ, അല്ലാഹുവേ നരക ശിക്ഷയിൽ നിന്നും എന്നെ നീ കാത്തുകൊള്ളണമേ. ഔ അദാബിൻ ഫിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും എന്നെ നീ കാത്തുകൊള്ളണമേ എന്നാണ് നീ പ്രാർത്ഥിച്ചിരുന്നത് എങ്കിൽ കാന ഖൈറൻ വ അഫ്ളൽ, അതായിരുന്നു ഏറ്റവും അഫ്ളലും ഏറ്റവും ഉത്തമവുമായത്. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നിന്റെ പിറകാലെ നമ്മൾ പോകുന്നുണ്ട്. ഒന്ന് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാൻ, സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? മെക്സവനായിട്ടും മറ്റു വ്യായാമത്തിനും ജിമ്മിനൊക്കെ ആയിട്ട് പോവാൻ. എന്താണ് നമ്മുടെ പിന്നിലുള്ള, അതിന്റെ പിന്നിലുള്ള ഒരു വിചാരം എന്താണ്, വികാരം എന്താണ്? നമുക്കൊരു പക്ഷേ ആരോഗ്യം കുറച്ചും കൂടെയൊക്കെ വേണം, കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹ് തീരുമാനിച്ച ആ സമയം ഒരു നിമിഷം പോലും അങ്ങോട്ടും ആവൂല, ഒരു നിമിഷം പോലും ഇങ്ങോട്ടും ആവൂല. ഇനി നമ്മൾ ഉപജീവനത്തിന്റെ വഴിയാണ്. നമുക്ക് കഴിക്കാൻ എത്ര വേണ്ട നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എത്രയാണ്? അങ്ങനെ ഒരു ദുനിയാവിൽ നമ്മൾ കഴിച്ചു കൂട്ടുമ്പം എത്ര കഴിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഉരുള പോലും നമ്മൾ എന്ത് ചെയ്യൂല, അധികം കഴിക്കൂല. തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുഴുവനും കഴിക്കുകയും ചെയ്യും. മൂന്നാളുകൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി എനിക്ക് ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ജോലി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് 3 ബിരിയാണി പാക്കറ്റും 4 ബിരിയാണി പാക്കറ്റും ആയിട്ട് അവരെന്ത് ചെയ്ത് പിന്നെ ജോലിക്ക് പോകുമ്പോൾ തന്നെ അതൊക്കെ ഒരുക്കിയിട്ടാണ് പോകുന്നത്. ഭക്ഷണം പിന്നെ ജോലിക്ക് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി 3 പേരെന്ത് ചെയ്ത് ബാക്കി കുളിച്ച് നീന്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് എന്ത് ചെയ്യുക, കഴിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് 3 പേരും അവരുടെ ഭക്ഷണം എന്ത് ചെയ്തു, കുറച്ചവിടെ ബാക്കിയാക്കി. എന്നാൽ 4-മത്തെ ആൾ എന്ത് ചെയ്തു, മുഴുവനും കഴിച്ചു. 4-മത്തെ ആൾ മുഴുവനും കഴിച്ചു. 4 ആളുകളും പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയാണ്. ആ മുഴുവനും കഴിച്ച വ്യക്തി എന്ത് ചെയ്തു, ഈ ലോകത്തോട് നീന്തുന്നതിനിടയിൽ മരണപ്പെട്ടു പോയി, മുങ്ങി മരിച്ചു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹ് തീരുമാനിച്ചതാണ്. ബാക്കി 3 പേരോട് അവിടെ അവശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ
ഈ വ്യക്തി മുഴുവനും കഴിച്ചു. ഇതാണ് അള്ളാഹുവിൻ്റെ തീരുമാനത്രേ. അതിവിടെ നടക്കും. കഴിക്കേണ്ടത് എത്രയാണ്, കുടിക്കേണ്ടത് എത്രയാണ്, ശ്വസിക്കേണ്ടത് എത്ര തവണയാണ് എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതിനും അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട വിഷയമാണ്. അതെന്താണ്? അത് നരകശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തേട്ടം, ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകളും അതിൻ്റെ പരിശ്രമങ്ങളും. ഇതിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരങ്ങൾ ധാരാളമായി നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു അവസരമാണ് വരാനിരിക്കുന്ന റമദാൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പറ്റി പറയുമ്പോൾ തന്നെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതൊന്നെന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാർ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് ശഅബാൻ എന്ന് പറയുന്നുണ്ട്. റമദാനോട് വന്നിട്ടൊന്ന് ഒരുങ്ങണം. റമദാൻ ഇങ്ങനെ വരികയാണ്, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങണം എന്നിങ്ങനെ പറയും. പക്ഷേ ആ ഒരുക്കം എന്താണ്? ശഅബാനിന്റെ തുടക്കത്തിലേ വേണം എന്നുള്ളതാണ്. ഒരുങ്ങണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ശഅബാൻ മാസം കൊണ്ട് അശ്രദ്ധമായി കഴിച്ചു കൂട്ടും. ജമാഅത്ത് നമസ്കാരം, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, മറ്റ് പല വിഷയങ്ങളിലും അശ്രദ്ധ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പറയാൻ ആ മാസം മനുഷ്യന്മാർ അതിനെപ്പെട്ട് അശ്രദ്ധരാകും. റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള മാസമാണത് എന്ന്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ റബ്ബുൽ ആലമീനായ അല്ലാഹുവിങ്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം കൂടെയാണ് ഏത്? ശഅബാൻ മാസം എന്ന് പറയുന്നത്. മാത്രമല്ല എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഈ മാസത്തിൽ, എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ പറ്റിയിട്ട് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ റമദാൻ മാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനുമായിട്ട് നോമ്പെടുത്തിട്ടുള്ളത്. ഒരു മാസം ഞാൻ കണ്ടില്ല. എന്നാൽ ശഅബാനിനോളം നോമ്പെടുത്ത വേറൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല. 30 ദിവസവും അല്ലെങ്കിൽ 29 നോമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കിയത് റമദാൻ മാസമാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ ഏറ്റവും അധികമായി സുന്നത്ത് നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചത് ഏത് മാസമാണ്? ശഅബാനിലാണ് എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റമദാനിൽ ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉദ്ദേശം ഉണ്ടായാൽ തന്നെ നമുക്ക് ആർക്കറിയാം ഈ ഒരു മാസം മുഴുവൻ റമദാൻ, ഈ വരാനിരിക്കുന്ന റമദാനിൽ നമ്മൾക്ക് ജീവിച്ചിരിക്കും എന്നുള്ളതിന് ആർക്കും ഉറപ്പുള്ളത്? എത്രയെത്ര മരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകൾ റമദാനിന്റെ മുമ്പ് മരിക്കാൻ ഇരിക്കുകയാണ്. ആർക്കൊക്കെയാണ് എന്നുള്ളത് അല്ലാഹു അഅലം. പക്ഷെ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടിയിട്ട് ഒരു നിയ്യത്തുണ്ട് എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ റമദാനാണ് വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഒരുക്കം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, തീർച്ചയായും റമദാനിന്റെ മുമ്പ് നമ്മൾ മരണപ്പെട്ടു പോയാലും ആ റമദാനിനെ ഉപയോഗപ്പെടുത്തിയത് പോലെയുള്ള ഒരു പ്രതിഫലമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഖബറിൽ നമുക്ക് വരാനിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു നന്മ ഒരാൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതവന് ചെയ്യാൻ പറ്റിയില്ല. മരണമാവാം, രോഗമാവാം, മറ്റേതെങ്കിലും കാരണങ്ങളാൽ ആ നന്മ അവന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തുമെന്നാ പറയുന്നത്. ഒരു തിന്മ ചെയ്യാൻ വേണ്ടി അത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലോ, ആ നന്മ ഉദ്ദേശിച്ചു, ആ നന്മ അവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 10 ഇരട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ രേഖപ്പെടുത്തുമെന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇപ്പോഴേ നമ്മൾ റമദാനിൽ ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരുന്നു കൊണ്ട് അതിനുവേണ്ടി ഒരു ഒരുക്കം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ റമദാനിന്റെ മുമ്പ് നമ്മൾ മരിച്ചാലും ആ റമദാനിൽ ജീവിച്ചിരുന്നതിന് തത്തുല്യമായ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ പറയുന്നുണ്ട്, ഒരു തിന്മ ഒരാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു, ചെയ്തിട്ടില്ല എങ്കിലോ ഒരു നന്മ രേഖപ്പെടുത്തും. നാളെ ഒരു തിന്മ മനസ്സിലിങ്ങനെ കണക്കൂടി ശൈത്താനിയത്തും ചുറ്റുപാടുകളൊക്കെ കാലത്താൽ എന്തൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ചീത്തയായ ചിന്തകൾ വന്നു എന്ന് വിചാരിക്കുമ്പോൾ അത് വേണ്ടെന്ന് വെച്ചു, നാളെ ചെയ്യണ്ട എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ രേഖപ്പെടുത്തുന്നതാണ്. ആ തിന്മ ചെയ്താലോ അല്ലാഹു ഒരു തിന്മയെ രേഖപ്പെടുത്തുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ നമ്മുടെ തിന്മകളെ മറച്ചു വെക്കുവാനും പൊറുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല
ഉദ്ദേശിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാരുണ്യവാനായിട്ടുള്ള റബ്ബ് നമ്മോട് പറയാണ്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് നിങ്ങൾ മുൻകടന്ന് മത്സരിച്ചു വരുവീൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എങ്കിൽ ആ ഒരു റമദാന് വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് തൗഫീഖ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, അതിലേക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പരിശുദ്ധ റമദാനിനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, പൂർവികരായ ആളുകൾ ശഅബാനിൽ തന്നെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം, പരിശുദ്ധ ഖുർആന് പഠിക്കാൻ കാര്യങ്ങളായ ആളുകളാണെങ്കിൽ, ഇമാമത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തറാവീന് ഇമാമത്ത് നിൽക്കുന്ന ആളുകളൊക്കെ നേരത്തെ തന്നെ ഒരുങ്ങും. പല തവണകളായത് മുറാജ നടത്തുകയും ആവർത്തിച്ചോതുകയും അങ്ങനെ നിരന്തരമായി ഖുർആനിന്റെ പിറകാലെ പോകുന്ന ഒരു സമയം കൂടെയാണ്. അങ്ങനെ വരുന്ന ഒരാൾക്കാണ് എന്ത് ചെയ്യാം, റമദാന് വരുമ്പോൾ പകൽ സമയങ്ങളിൽ പരിശുദ്ധ ഖുർആൻ, നോമ്പും അതുപോലെ തന്നെ ഖുർആനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവാനും രാത്രിയിൽ ആസ്വദിച്ചുകൊണ്ട് രാത്രികാല നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും കഴിയുകയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഖുർആൻ ഓതിയിട്ട് എത്ര നാളുകളായി? ഇന്നിപ്പോൾ സൂറത്ത് കഹ്ഫ് ഓതി എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ആലോചിക്കുക. നമ്മൾ ഇങ്ങനെ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം എവിടെയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹൃദയ വസന്തമായിട്ട് മാറേണ്ടതുണ്ട്. ഇടങ്ങാറ് വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഖുർആൻ എടുത്ത് 2 പേജ് ഓതാം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ആ രൂപത്തിലൂടെ ഖുർആനിനെ നമ്മൾ മാറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കി നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഖുർആൻ തന്നെ നമുക്ക് സമാധാനം നൽകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിക്കോളൂ. ധാരാളമായി നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ നാളെ അന്ത്യനാളിൽ എന്ത് ചെയ്യും, അതിൻ്റെ ആളുകൾക്ക് ശഫാഅത്ത് പറഞ്ഞുകൊണ്ട് വരും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത് ഖുർആനിൽ നിന്നും സമാധാനം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനോടൊരു ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ആളുകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും കുറഞ്ഞ കാര്യങ്ങൾ കൂടെ കഴിഞ്ഞ ഖുത്ബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്. നമ്മൾ പറഞ്ഞു, ഒരു മരണ വീട് നമ്മൾ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവിടെ എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ ആ പ്രാർത്ഥനയുടെ മഹത്വമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും അബൂ സലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ചു കൊടുത്തു ഒരു പ്രാർത്ഥന, മുസീബത്ത് വരുമ്പോഴുണ്ടായിരുന്ന പ്രാർത്ഥന. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മാമിൻ മുസീബത്തിൻ, ഏതൊരു മുസീബത്ത് ഒരാൾ ബാധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ആ മുസീബത്ത് അവൻ ബാധിക്കുമ്പോൾ അവൻ പറയേണ്ടത്, റസൂലുള്ളാഹി പറയാ, മാമിൻ മുസീബത്തിൻ തുസീബുഹു, ഏതൊരു മുസീബത്ത് അവനെ ബാധിക്കുകയാണെങ്കിൽ ഫയഖൂലു, അവൻ പറയാണ്, മാ അമറല്ലാഹ്, അള്ളാഹുവിനോട് കൽപ്പിച്ചതായ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതെന്താണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം അവരുടെ മേലിലുണ്ടാകും, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത് അവരുടെ മേലിലുണ്ടാകും, അവർ സന്മാർഗികളാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നാൽ അത് രോഗമാവാം, മരണമാവാം, മറ്റെന്തുമാവാം, ഇത് പറയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ അതിലൂടെ ചൊരിഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാൻ, റസൂലുള്ളാഹി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. ഒരു മുസീബത്ത് എന്നെ ബാധിച്ചു, ആ മുസീബത്ത് ബാധിക്കുമ്പോൾ ചൊല്ലേണ്ടതായ ഒരു പ്രാർത്ഥന എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി, അല്ലാഹു എൻ്റെ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം തരണമേ, വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് എനിക്ക് നീ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. നബിയിൽ നിന്നത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ചൊല്ലി. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഞാനത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ, അബൂ സലമയേക്കാളും വലുതിന് എനിക്ക് എന്താ ഉള്ളത്? എൻ്റെ കൂടെയുള്ള മദീനയിലുണ്ടായിരുന്ന അബൂ സലമയാണ് മരണപ്പെട്ട, എൻ്റെ കുട്ടിയുടെ വാപ്പ, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, ഇതിനേക്കാൾ ഉത്തമമായതിന് എനിക്ക് എന്താ വരാനുള്ളത് എന്ന് ചോദിച്ചു. മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞയക്കുകയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം
ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായി പിന്നീട് വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഉദാഹരണം ജീവിതത്തിൽ, നബിയുടെ ജീവിതത്തിൽ, സഹാബാക്കളുടെ ജീവിതത്തിൽ അതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് പ്രവാചകനെ തന്നെ ഭർത്താവായി കൊടുത്തു എന്നുള്ളതാണ്. ഇത് പ്രാർത്ഥനയുടെ അഥവാ അത്തരം സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനയുടെ മഹത്വമാണ്. അങ്ങേയറ്റത്തെ ഭക്തിയോടുകൂടിയായിരിക്കും നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നു. അതുകൊണ്ട് ധാരാളമായി ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കും. നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടിയുടെ മരണ വാർത്ത അറിയിക്കുന്നുണ്ട്. തൻ്റെ കുടുംബത്തിലെ കുട്ടിയുടെ മരണ വാർത്ത അറിയിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പോകുന്നു. നബി കുട്ടിയെ കയ്യിലെടുക്കുന്നു. അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്ന വാക്കുകൾ എന്താണ്? ഇന്ന ലില്ലാഹി മാ അഖദ ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയേ നിങ്ങൾ കരയേ എന്ന് ചോദിക്കുന്നുണ്ട് സഹാബാക്കൾ. കരച്ചിൽ എന്ന് പറയുന്നത് റഹ്മത്തിന്റെ അടയാളമാണ്. കരച്ചിലിന് പ്രശ്നമില്ല. പക്ഷേ ആ കരച്ചിലിനോടൊപ്പം പറയുന്നത് പ്രാർത്ഥനാവാക്യങ്ങളാവണം, അല്ലെങ്കിൽ ആളുകൾക്ക് ചിന്തിക്കുവാൻ ഉതകുന്ന പരാമർശങ്ങളായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എടുത്തത് അള്ളാഹുവിനുള്ളതാണ്, അവൻ്റെത് അവൻ എടുത്തു, അവൻ നൽകിയതും അവനുള്ളതാണ്. ആ ബോധം നമുക്ക് വേണം. മാത്രമല്ല ഓരോന്നിനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അവധിയുണ്ട്. അതുകൊണ്ട് ഫൽ തസ്ബിർ, നീ ക്ഷമിച്ചോളൂ, വൽ തഹ്തസിബ്, നീ അള്ളാഹുവിനോട് പ്രതിഫലം ആഗ്രഹിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ നൽകുകയാണ്. ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയണം. ചിലപ്പോൾ എത്ര നല്ല അറിവുള്ള ആളുകളായിരിക്കാം, ഈ ആളുകളൊക്കെയാണ് പരീക്ഷണം വരുമ്പോൾ നമുക്ക് അവരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഇതൊക്കെയല്ലേ നമ്മൾ കേട്ടത് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ, അള്ളാഹു എടുത്തു, അത് അള്ളാഹുവിനുള്ളതാണ്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊള്ളൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്, കുട്ടികളാണോ മരണപ്പെട്ടത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഇദാ മാത വലദുൽ അബ്ദ്, ഒരു കുട്ടിയുടെ ഒരു അടിമയുടെ ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ ഖാല അല്ലാഹു ലി മലായികതി, അല്ലാഹു മലക്കുകളോട് പറയും, എന്ത്? ഖബദതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടിച്ചോ? അതേ എന്ന് പറയുമ്പോൾ മാതാ ഖാല അബ്ദി, എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഖാലു ഹമിദക്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വസ്തർജ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഫയഖൂലുല്ലാഹ്, ആ സമയത്ത് അല്ലാഹു പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈത്തുൽ ഹംദ്, സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കൂ, എന്നിട്ട് ആ വീടിന്റെ പേര് തന്നെ ബൈത്തുൽ ഹംദ് എന്നതിന് നാമം നൽകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി പറയും. ഇത് പറയാൻ കഴിയണം. ഒരു കുട്ടിയെ മരിച്ചത് എങ്കിൽ ഈ ഒരു പരാമർശം നമുക്ക് അവിടെ ഓർമ്മപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ചില വീടുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന പ്രതീക്ഷയും സന്തോഷവും എത്രയാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇതൊക്കെ സമാധാനത്തിന്റെ വാക്കുകളായി നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നതാണ്. സ്ത്രീകളോട് പ്രത്യേകമായി, മാമിൻ ഇംറഅത്തിൻ യമൂതു ലഹാ സലാസ മിനൽ വലദ്, ഒരു സ്ത്രീക്ക് 3 കുട്ടികൾ മരണപ്പെട്ടു പോവാണ് എന്നുണ്ടെങ്കിൽ ആ 3 കുട്ടികളും നരകത്തിൽ നിന്നും അവർക്കൊരു മറയായിരിക്കും. അങ്ങനെ സ്ത്രീകൾക്ക് സഹിക്കാൻ കഴിയില്ല, ഒരു ഉമ്മക്ക് സഹിക്കാൻ കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നല്ല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷകൾ നൽകുന്ന രൂപത്തിൽ, അവർക്ക് സമാധാനം നൽകുന്ന രൂപത്തിൽ നമ്മൾ മരണവീട് നമ്മൾ സന്ദർശിക്കുകയും 3 ദിവസം, ആദ്യത്തെ ദിവസം നമുക്ക് പോകാൻ പറ്റിയില്ല, രണ്ടാമത്തത് 3, ഇങ്ങനെ 3 ദിവസങ്ങളിലായി ആ വീടുകളിലേക്ക് നമ്മൾ ചെന്നുകൊണ്ട് വാക്കുകൾ കൊണ്ട് അവരെ നമ്മൾ സമാധാനിപ്പിക്കുകയും, സാമ്പത്തികമായ സഹായം ആവശ്യമുള്ളവരാണ് എങ്കിൽ ആ രൂപത്തിൽ അവരെ സഹായിക്കുകയും അവർക്ക് ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന ഒരു മരണവീടുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മര്യാദകൾ. ഇത്തരം മര്യാദകളൊക്കെ പാലിച്ചു ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്ത് ഹദീദിലെ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുൻകടന്നു വരുവീൻ. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്, ആകാശങ്ങളോളം ഭൂമിയോളം വിശാലമാണ് അതിൻ്റെ വിസ്താരം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ്.
ഉഇദ്ദത്ത് ലില്ലദീന ആമനു ബില്ലാഹി വറസൂലി. അതാർക്കാ ഒരുക്കിയത്? അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ചവരായ ആളുകൾക്ക്. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മയ്യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരായ ആളുകൾക്കാണത് നൽകുക. അത് മഹത്തായ അല്ലാഹുൽ ഫദ്ലിൽ അദീം, അള്ളാഹു മഹത്തായ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അനുഗ്രഹമുള്ളവനാണ്. എന്നിട്ട് പറയുന്നു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിലോ തന്നെ യാതൊരു മുസീബത്തും ബാധിക്കുകയില്ല. അതിനെ നാം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞതായിട്ടല്ലാതെ. എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. അതാണ് സംഭവിക്കുന്നത്. അതൊക്കെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കാതിരിക്കാൻ. നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം കൊള്ളാതിരിക്കാനും വേണ്ടിയാണ്. അള്ളാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാ സഹോദരങ്ങളെ ഈ ആയത്ത് ഞാൻ ഓതിയത്? അതായത് പരിശുദ്ധ ഖുർആനിലെ ഈ 3 ആയത്തുകൾ, ഒന്ന് നമ്മൾ നന്മയിൽ മുന്നേറാൻ വേണ്ടി പറഞ്ഞു, സ്വർഗത്തെ പറ്റി പറഞ്ഞു, പിന്നെ പറഞ്ഞത് എന്താണ്? നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യും? മുസീബത്തുകൾ വരും, പരീക്ഷണങ്ങൾ വരും. അത് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതൊക്കെ നേരത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. രണ്ടാമത്തെ ഒരു നിലപാട്, അപ്പം നമുക്കൊരു സമാധാനം ഉണ്ടാവും. അള്ളാഹു തീരുമാനിച്ചതൊക്കെ വരുമല്ലോ. മറ്റൊന്നും എന്താ പറയുക, എനിക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ഇതിനൊരു നിശ്ചിതമായൊരു അവധിയുണ്ട്. മക്കളാണോ? ആ മക്കൾ ചിലപ്പോൾ നേരത്തെ വിളിക്കാം. ആ മക്കളുമായിട്ടുള്ള ജീവിതത്തിലൂടെ ഒരുപാട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മെ തിരിച്ച് വിളിക്കാം. അതുകൊണ്ട് എല്ലാത്തിനും അവിടെ നമ്മൾ നന്ദി കാണിക്കണം, സന്തോഷം പ്രകടിപ്പിക്കണം. എന്നാൽ അതൊന്നും അമിതമാവരുത്. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ്. മുസീബത്തുകൾ വരുമ്പോഴും അമിതമായി നമ്മൾ ആ വിഷയത്തെ പ്രയാസപ്പെട്ടുകൊണ്ട് എപ്പോഴും ഒരു മാനസിക രോഗത്തിന് ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല. അവിടേക്ക് നമുക്ക് ക്ഷമ അവലംബിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നർത്ഥം. നോക്കൂ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആ ദുഃഖവും പ്രയാസവും ഇങ്ങനെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, പക്ഷേ ആ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരല്പം അവിടെ മുന്നോട്ട് പോയി ക്ഷമിച്ച് മുന്നോട്ട് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക്, ഒരു ദറജയിലേക്ക് അവരെ ഉയർത്തി എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അല്ലാഹുവിനോട് നന്ദി കാണിച്ച്, സന്തോഷം കാണിച്ച്, അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ കൊണ്ടടുത്ത് ആ രൂപത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകാനും ഒരു അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് പോവാതിരിക്കുകയും ചെയ്യണം. ഇത് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന നിർദ്ദേശം. ഇങ്ങനെ ഓരോ ആയത്തുകളും ഓതുമ്പോൾ നമ്മുടെ ജീവിത നിലപാടുകളാണ് നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ആശയം ഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വായനയിലേക്ക് നമ്മളതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. ആ രൂപത്തിൽ ഖുർആനിനോട് അടുക്കാൻ, പ്രത്യേകിച്ചും ഈ ഒരു ശഅബാനിന്റെ മാസം നമ്മൾ റമദാനിലേക്കുള്ള ഒരു ഒരുക്കമായി നമ്മൾ നോക്കിക്കാണുകയും ചെയ്യുക. റഹ്മുറഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിനോട് ഒരുപാട് അടുത്ത് അതിൻ്റെ ആശയം ഗ്രഹിച്ച് ധാരാളമായി പാരായണം ചെയ്യുന്ന ഒരവസ്ഥ നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു